ഇവിടെ അവരുടെ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഓടിയതല്ലേ? എന്തുകൊണ്ടാണ് ഓടിയത്? ഒന്ന്, ആ കസാസ ആചരിക്കാതിരിക്കാൻ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം സഹോദരങ്ങളെ. നാണക്കേടിൻ്റെ, നാറ്റത്തിൻ്റെ എത്രയോ കഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയ സഹോദരി, നീ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും, സഹോദര നീ ഈ അല്ലെങ്കിൽ ദേശത്തെ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും അവൻ്റെ നിന്നെ ആരെങ്കിലും ചെയ്യുന്നൊരു ദൈവമാണ്. ഇനി രണ്ടാമത്, ഈ അപ്പൻ എന്തിനാ ഓടിയേ? പോയ അന്ന് മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് അല്ലേ പ്രിയ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കാണുവാൻ കഴിയും. അവനെപ്പോൾ വരും? അവൻ വല്ലതും കഴിച്ചോ? രാത്രി എവിടാ ഉറങ്ങിയേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പറയാം അപ്പനൊരു സ്നേഹമൊന്നും ഇല്ലെന്ന്. അപ്പൻ സ്നേഹം പ്രകടിപ്പിക്കത്തില്ല, പക്ഷെ അപ്പന് സ്നേഹമുണ്ട്. ഈ ദേശത്തിലെ കുഞ്ഞുങ്ങളെ, നീ വഴിതെറ്റിപ്പോയത് നിന്റെ അപ്പൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ? പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം, ആ അപ്പന്റെ ഹൃദയത്തിൽ നീ ഉണ്ട് പോലെ. അതിന് ഇന്ന് രാത്രി നീ മടങ്ങി വാ. ശിവനധികാരമുള്ള നാമത്തിൽ ഇവൻ വന്നപ്പോ ഓടി വന്ന് ചുംബിച്ച് സ്വത്രം അവനെ സ്വീകരിക്കുക. സ്വത്രം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യഹൂദന്മാരുടെ ചരിത്രമനുസരിച്ച് പൗരസ്ത്യ ദേശത്തിൽ 40 വയസ്സ് പ്രായം കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തനും ഓടരുത്. ഓടണമെങ്കിൽ കൂലിക്കാർ ഓടിക്കണം, ദാസന്മാർ ഓടിക്കണം. ഈ മകൻ വന്നപ്പോ അപ്പൻ ഓടി. എന്താ ഓടിയാലുള്ള കുഴപ്പം? യഹൂദ പാരമ്പര്യം വിളിച്ചു പറയുക, നീ 40 വയസ്സ് കഴിഞ്ഞ് ഓടിയാൽ നിന്റെ കനം പോകും. നീയാകുന്ന പേഴ്സണാലിറ്റിയുടെ കനം പോകും. അതാ ഒന്ന്. രണ്ട്, നീ ഓടിയാൽ നിന്റെ കുടുംബ പാരമ്പര്യം പോകും. നീ ഓടരുത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദര. അപ്പൻ വിചാരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ കനം പോയാലും എൻ്റെ കുടുംബ പാരമ്പര്യം പോയാലും ഞാൻ ഓടുകയാ. ഞാൻ ഓട്ടുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ മകനെ തിരിച്ചു കിട്ടി. സഹോദര, ഈ ദേശത്തെ എത്ര പിതാക്കന്മാർ രാത്രി കണ്ണും അല്ലെങ്കിൽ സ്വന്തം നട്ടുകൊണ്ടിരിക്കുക. ഇവൻ ഇതുവരെയും വന്നില്ല, അവൻ രാവിലെ പോയതാ, ഇതുവരെയും വന്നില്ല. മോനെ, നീ എന്ന് ഇതല്ലേ ചെയ്യുന്നേ? നിന്റെ അപ്പനും അമ്മയ്ക്ക് നീ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? ഇന്ന് രാത്രി എന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഇവനോടി ചെന്ന് അപ്പച്ച ചുംബിച്ചു. ആ ഓട്ടം എന്തിൻ്റെ ഓട്ടമാണെന്നറിയാമോ? നിനക്ക് വേണ്ടിയുള്ള കൃപയുടെ ഓട്ടം. ഓ ഹല്ലേലൂയ. കരങ്ങളെ ഓർത്തതും ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആ അപ്പന്റെ ഓട്ടം കൃപയുടെ ഓട്ടമാ. നിനക്കൊരിക്കലും ഈ ഭവനത്തിലേക്ക് വരുവാനുള്ള അവകാശമില്ലായിരുന്നു. നീ തന്നെ ആ അവകാശം നഷ്ടപ്പെടുത്തി. പക്ഷേ ഓടരുതെന്ന് പറഞ്ഞ സമയത്ത്, കാണരുതെന്ന് പറഞ്ഞ സമയത്ത്, ഹല്ലേലൂയ, നോക്കിയിരിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് നിന്നെ നോക്കിയിരുന്ന് ഓടി വന്ന് ചുംബിച്ച് നിന്നെ മകനായി സ്വീകരിച്ച ഒരപ്പനുണ്ട്. രാത്രി അപ്പന്റെ അടുക്കലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ സഹോദര? ഹല്ലേലൂയ. ആ അപ്പൻ നിന്നെ കാത്തിരിക്കുകയാ. രാത്രി ദേശത്തോട് ഞാൻ വിളിച്ചു പറയുക, സഹോദരങ്ങളെ, നിങ്ങൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും ദൂരത്താണെങ്കിൽ, നിനക്ക് സമാധാനമില്ലാതിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ അവനെന്ത് കിട്ടിയെന്നറിയാമോ? സമാധാനം കിട്ടി. ആർക്കാ? ഈ പ്രൊഡിഗൽ സണ്ണിന് ഇപ്പോഴെന്ത് കിട്ടി? സമാധാനം കിട്ടി. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷമാണ് ഞങ്ങൾക്ക് സമാധാനം നൽകിയത്. ഈ സുവിശേഷത്തിന് മാത്രമേ നമുക്ക് സമാധാനം നൽകാൻ കഴിയത്തുള്ളൂ. ഈ സുവിശേഷത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ യേശു മാത്രമാണ് വിമോചകൻ, നമ്മുടെ യേശു മാത്രമാണ് രക്ഷകൻ, നമ്മുടെ യേശു മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. ശിവനധികാരമുള്ള നാമത്തിൽ യേശു ആരാണെന്ന് വിശദീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
അവനെക്കുറിച്ച് എത്ര പേര് പറഞ്ഞെന്നറിയാമോ? ഇവൻ ആർ. ഹല്ലേലൂയ. പാപമോചനം കൂടെ കൊടുക്കുന്നവൻ ഇവൻ ആർ. ആ പ്രകൃതിയും കൂടെ അനുസരിക്കുന്നവൻ ഇവൻ ആർ. കാറ്റും കടലും കൂടെ അനുസരിക്കുന്നു ഇവൻ ആർ. ഓ ഹല്ലേലൂയ. അല്ല, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഇവൻ ആർ. ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ ആരാ? ടോൺ കേട്ടോ, അങ്ങനെ പറഞ്ഞവരുമുണ്ട്. അതാ പറഞ്ഞ തച്ചൻ്റെ മകനല്ലയോ എന്ന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, അല്ലെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കർത്താവ്. മാത്രം ശിവന്റെ അധികാരമുള്ള നാമത്തിൽ ഇവൻ ആരാ? ഹല്ലേലൂയ. സമാനതകളില്ലാത്തവനായ യേശു, പകരം വെക്കുവാനില്ലാത്തവനായ യേശു. ആമേൻ. ഹല്ലേലൂയ. ആരോടും സാദൃശ്യം വെക്കുവാനില്ലാത്ത, സാദൃശ്യത്തിന് അതീതനാണ് എൻ്റെ യേശു. ഈ ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരനുണ്ടെങ്കിൽ അത് യേശുവാണ്. ആമേൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മളൊക്കെ ദൈവദാസന്മാരുടെ കേട്ടിട്ടുണ്ടല്ലോ. യേശു ആരാ? അവൻ പാപത്തെ ജയിച്ചവൻ അല്ലേ, ശാപത്തെ ജയിച്ചവൻ അല്ലേ, അല്ലെങ്കിൽ അതെ, പ്രകൃതിയെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ. ഞാൻ ഇന്ന് രാത്രി ഈ യേശു ക്രിസ്തുവിനെ ഒന്ന് വിശദീകരിച്ച് അവസാന ഭാഗത്തേക്ക് വരാൻ പോവാ. നമ്മുടെ യേശു ആരാ സഹോദരങ്ങളെ? ഈ ദേശനിവാസികളെ, നിനക്ക് യേശുവിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഒന്ന്, ഈ യേശു ഞങ്ങളുടെ സുവിശേഷം ഞങ്ങൾ പറഞ്ഞു. രണ്ട്, ഈ യേശു ഞങ്ങൾക്ക് സമാധാനം തന്നവൻ. മൂന്ന്, ഈ യേശു നമ്മെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നവൻ. ഈ യേശു ഞങ്ങൾക്ക് പാപപരിഹാരകൻ. സ്തോത്രം. യേശു ആരാ? നമുക്ക് ആദാമിനോടൊന്ന് ചോദിക്കാം. ഷിജു പാസ്റ്ററെ, ആദാം വിളിച്ചു പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറി മലയിൽ സാത്താന്റെ തലയെ തകർത്ത സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ സന്തതി. ഹല്ലേലൂയ. അതാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അബ്രഹാമിനോടൊന്ന് ചോദിച്ചേ, അബ്രഹാം വിളിച്ചു പറയും ഈ നിൽക്കുന്ന യേശു ആരാണെന്നറിയാമോ? സാലേം, ഹല്ലേലൂയ, രാജ്യത്തിലെ രാജാവായ മൽക്കിസദേക്ക്. അമ്മച്ചി, യെശയ്യാവിനോട് വിളിച്ചു ചോദിക്കുക, ഈ നിൽക്കുന്ന യേശു നമുക്ക് വേണ്ടി കുരലടക്കപ്പെടുവാൻ നിൽക്കുന്ന, കുരലടച്ച അല്ലെങ്കിൽ അവൻ ആ അറുക്കപ്പെട്ട, നമുക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ട യേശു ആരാണെന്ന് ചോദിച്ചാൽ യെശയ്യാവ് വിളിച്ചു പറയും അവൻ ഇമ്മാനുവേൽ, അത്ഭുതമന്ത്രി, വീരരാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യിരെമ്യാവിനോട് വിളിച്ചു ചോദിക്കുക. യിരെമ്യാവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അല്ല, ഈ ദൈവം ആരാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവനാണ് ഈ ദൈവം, എൻ്റെ യഹോവയുടെ നീതി. ആമേൻ. അവനാരാ? യഹോവയുടെ നീതി. ദാനിയേലോട് വിളിച്ചു പറഞ്ഞാൽ അവൻ പറയും ദൈവത്തിൻ്റെ അഭിഷിക്തൻ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. എന്നിട്ട് നമ്മൾ ചോദിക്കുക, ആരോട് നമുക്കൊന്ന് ചോദിക്കാം? അല്ലെ, യോഹന്നാനോട് നമുക്കൊന്ന് ചോദിക്കാം. യോഹന്നാനെ, ഈ നിൽക്കുന്ന വ്യക്തിയാരാ? അവൻ പറയും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയ സഹോദരൻ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ യേശു ആരാണെന്നറിയാമോ? ലോകത്തിന്റെ രക്ഷിതാവാണ്, ലോകൈക രക്ഷിതാവാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞാൽ അവൻ പറയും ലോകത്തിന്റെ രക്ഷിതാവാണ്, വാഗ്ദത്തം മശിഹയാണ് അല്ലേ ദിവസനെ, വാഗ്ദത്തം മശിഹ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒരാൾ പറഞ്ഞതാ. ഈ ലോകത്തിന്റെ പ്രഭുവോടൊന്ന് ചോദിക്കേ യേശു ആരാണെന്ന്. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ സഹോദരങ്ങളെ? ഈ ലോകത്തിന്റെ പ്രഭു ആരാ? പിശാച്. ഈ പിശാചിനോടൊന്ന് ചോദിക്കേ ഈ നിൽക്കുന്നവനാരാ? അവൻ വിളിച്ചു പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വിളിച്ചു പറയാം നീ ആരാണെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. കരങ്ങളെ തീർത്ത് മഹത്വപ്പെടുത്താട്ടെ. എടാ, പിശാചിന് വരെ അറിയാം ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിശാച് സത്യം പറഞ്ഞു, ഈ സത്യം പറഞ്ഞിട്ട് നിന്റെ ഇതിലേക്ക് കേറുന്നില്ലല്ലേ?
ഇതെന്താ കാരണം എന്ന് ഞാൻ പറയാം. പിശാച് അറിഞ്ഞ പല സത്യങ്ങളും നമ്മൾ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെന്ന് പറയാം. സഹോദരങ്ങളെ, പിശാചിനറിയാം ആരാ ദൈവപുത്രനെന്ന്, ഈ ലോകത്തിനറിയാം യേശു ആരാണെന്ന്. ഇനി ഞാൻ പറയാം, നിങ്ങളോട് നാളെ വാദിക്കാൻ വരുന്നവരും അറിയാം യേശു ആരാണെന്ന്. ഹല്ലേലൂയ. അല്ലെ, പക്ഷേ ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, ഇവനെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. ആരാണെന്ന് അറിയാമോ? ഈ പിശാച. അവന്റെ കണ്ണുകളെ കുരുടാക്കുക, അവന്റെ മനസ്സിനെ കുരുടാക്കുക. കാരണം പിശാച് പറയുക, ഞാൻ അറിഞ്ഞ സത്യം ഇവരറിഞ്ഞാൽ ഇവരെല്ലാം യേശുവിന്റെ അനുയായികളായി തീരും. എനിക്കും അനുയായികൾ വേണ്ടേ? അവസാനമായിട്ട് പിതാവിനോട് നമുക്ക് ചോദിക്കാം. മക്കളെ, പിതാവിനോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ആരാ? അവൻ വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലെ, പ്രിയ പിതാവിൻ്റെ ഓഫീസ് ചെയ്യുവാൻ വേണ്ടി ഈ താണലോകത്തേക്ക് വന്ന യേശു അവൻ്റെ ഓഫീസെല്ലാം ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു, അല്ലെ, അതിൽ ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ യേശു ആരാ? നമ്മുടെ യേശു ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. വേലക്കാരില്ലാഞ്ഞിട്ടും ശ്രദ്ധിക്കണം, പലസ്തീൻ നാടുകളിൽ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ അല്ല നടന്ന് അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവൃത്തി ചെയ്ത അല്ല യേശു അവൻ തളർന്ന് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുവാൻ താല്പര്യപ്പെട്ട യേശുവാണ്. ഹല്ലേലൂയ. പക്ഷേ ശ്രദ്ധിക്കണം, അവന് വേണ്ടി ജോലി ചെയ്യുവാൻ ജോലിക്കാരെ അവൻ വെച്ചിട്ടില്ല. അല്ല, ശിഷ്യന്മാരുടെ കാലുകൾ പോലും അവൻ കഴിയുകവന് അല്ലെങ്കിൽ അവൻ ദാസനായി നിൽക്കാനാ ഇഷ്ടം. പലർക്കും യജമാനന്മാരായിട്ട് നിൽക്കാനാ ഇഷ്ടം. പക്ഷേ എൻ്റെ യേശുവിന് ദാസനായിട്ട് നിൽക്കാനാ. അവൻ ജോലിക്കാരില്ലായിരുന്നു, പക്ഷേ അവരെ അവർ വിളിച്ച പേര് യജമാനൻ. അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യജമാനൻ. എൻ്റെ യേശുവിന് ഒത്തിരി ബിരുദമൊന്നുമില്ലായിരുന്നു, ബിരുദധാരിയൊന്നും അല്ലായിരുന്നു. സ്തോത്രം. PG ഒന്നും എടുത്തില്ല, ഡോക്ടറേറ്റ് ഒന്നും എടുത്തില്ല. ഇന്ന് നമ്മളെല്ലാം തിയോളജിയും ഒക്കെ പഠിക്കുന്ന, പക്ഷേ യേശുവിന് ഒരു ഒറ്റ ബിരുദം ഇല്ലായിരുന്നു സഹോദരി. അവന് ബിരുദം ഇല്ലെങ്കിലും അവനെ വിളിച്ച പേരെന്താണെന്നറിയാമോ? ഗുരു, അധ്യാപകൻ, ടീച്ചർ എന്നൊക്കെയാ അവനെ വിളിച്ചത്. ഞാൻ പറയാ സഹോദരങ്ങളെ, നമ്മുടെ യേശു ആരാ? സഹോദര, നീ അല്ലെങ്കിൽ നിന്റെ കർണപടം നല്ലതുപോലെ തുറന്ന് നീ കേൾക്കണം യേശു ആരാണെന്ന്. എൻ്റെ യേശുവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ രോഗം മാറ്റുവാൻ ഒരൊറ്റ ഗുളികയില്ലായിരുന്നു. യേശുവിൻ്റെ കയ്യിൽ എന്തില്ലായിരുന്നു? ഒരൊറ്റ മരുന്നില്ലായിരുന്നു. പക്ഷേ എൻ്റെ യേശുവിനെ ആ പലസ്തീൻ നാട്ടിലുള്ള എല്ലാവരും അമ്മശി വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ? ഹി ഈസ് ഹീലർ. അവൻ രോഗശാന്തിക്കാരൻ, അവൻ രോഗത്തെ മാറ്റുന്നവൻ. അല്ല, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ നിനക്ക് സമാധാനമില്ല. അടുത്ത പോയിന്റ്, നീ രോഗിയാണോ സഹോദര? നീ രോഗിയാണോ സഹോദരി? യേശുവിലേക്ക് അടുക്കുക. നീ അകന്ന് നിൽക്കരുത്, യേശുവിലേക്ക് വാ. നിന്റെ രോഗത്തെ ഇന്ന് രാത്രി കർത്താവ് ദൂരീകരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അച്ഛാ ശ്രദ്ധിക്കണം, എൻ്റെ യേശുവിന് ഇവിടെ ഒറ്റ സൈന്യ ബലവും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഭൂമിയിലായിരിക്കുമ്പോൾ ഐഹിക ജീവിതത്തിൽ ഒരു സൈനിക ബലവും എൻ്റെ യേശുവിനില്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, രാജാക്കന്മാരെല്ലാം അവനെ കണ്ട് ഭയന്നു. എന്റെ യേശു ആരാണെന്നറിയാമോ സഹോദര? ഇന്ന് രാത്രി ആ യേശു നമ്മുടെ നടുവിലുള്ളത്. ഇന്ന് രാത്രി വിറയലോടിരിക്കാം.